ഇന്ന് നന്മയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ അംഗങ്ങളിൽ നിന്ന് മാത്രം ശേഖരിച്ച 5,60,60,250 രൂപ ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നമ്മൾ സംസ്ഥാന ഭാരവാഹികൾ നേരിട്ട് കൈമാറി. ഒപ്പം ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും നമ്മൾ നിവേദനം കൈമാറി. വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന 2 പ്രധാന ആവശ്യങ്ങൾ മന്ത്രിയായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി കാശ് ഒന്നിച്ചടച്ച പെൻഷൻ ആനുകൂല്യം നൽകാൻ അവസരം കൊടുക്കുക എന്നുള്ള ഉത്തരവ് നേരത്തെ നമുക്ക് മറുപടി മൂലം ലഭിച്ചിരുന്നെങ്കിലും നടപ്പായിട്ടില്ല. ഉടൻ നടപ്പാക്കണം എന്നുള്ള തീരുമാനം മന്ത്രി എടുത്തു കഴിഞ്ഞു. അതിനുള്ള തീരുമാനം താഴേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരവ് കയ്യോടെയാണ് മന്ത്രി പാസ്സാക്കിയത്. അതുപോലെ തന്നെ മസ്റ്ററിംഗ്, അതിന്റെ പേരിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ചുകൊണ്ടിരുന്നവർക്ക് ആ സാധാരണ രീതിയിൽ അയച്ചവർക്ക് അത് പെൻഷൻ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഓൺലൈനിൽ മാത്രം സ്വീകരിക്കുന്നു എന്നുള്ള ഒരു തീരുമാനം ക്ഷേമനിധി ബോർഡിന്റെ ഭാഗത്തുണ്ടായി. അതും അനീതിയാണെന്നും അത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ഉടനെ തന്നെ ഉത്തരവുണ്ടായി എന്നുള്ളത് അത് നമുക്ക് കൂടുതൽ സംതൃപ്തിയുണ്ട്, സന്തോഷകരമാണ്. അവരുടെ ഫലമുണ്ടായി എന്നാണ് പറയുന്നത്.